പാലാട്ടുകുട്ടി ആഹാ ആയിരിക്കുന്നേ ചോറും അല്ല ബിരിയാണിയും ഒരു വിസ്കിയൊക്കെ എടുത്ത് വെച്ച് ഗ്ലാസ്സിനകത്ത് കുറച്ച് ഒഴിച്ച് അടി അടിച്ച് മൂത്തിരുന്നിട്ട് കണ്ട് അവൻ അയച്ച മെസ്സേജാ അണ്ണ രാവിലെ ആയപ്പോ മറന്നുപോയി കാണുമായിരിക്കും. ക്രിസ്മസിന് വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? അടിക്കുന്നുണ്ട്. ക്രിസ്മസിന് എന്താ അടിക്കണ്ടേ? എന്തെങ്കിലും അടിക്കാം. ഫേവറേറ്റ് എന്താ? എടി നിനക്ക് അടക്കമായില്ലേടി നിനക്ക്? നീ വീണ്ടും എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നോ? നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്ന ഞാൻ രേണു സുധിയുടെ ലേഡി ഗുണ്ട. ഈ സ്ത്രീകളെ മൊത്തം നിങ്ങൾ അധിക്ഷേപിക്കുന്നേ. യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ വരുമാനങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഈ പാവം പിടിച്ചൊരു ഒരു സ്ത്രീയെ കുറിച്ച് അണ്ണാ എന്തോ പ്രസറിന്റെ ഗുളിക കഴിച്ചില്ലേ? എന്തോ ഇത്ര ഹൈപ്പറാവുള്ള കാര്യം എന്തുവാ? എന്തുവാ? എന്തിനാണ് ആൾക്കാർ ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്ന അറിയാനാണോ? എന്തിനാണ് വീഡിയോ ചെയ്യേണ്ട ആവശ്യം എന്തെന്ന് അറിയാനാണോ? അത് ഈ വീഡിയോക്കകത്ത് ഞാൻ മൊത്തമായിട്ട് കാണിച്ചു തരാം. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് രേണുസുതി എന്ന് പറഞ്ഞൊരു കോണ്ടന്റ് തുടണ്ട എന്ന് മാത്രം വിചാരിച്ച് മാറ്റി വെച്ചിരുന്ന സാധനമാണ്. ഇതിനിടയിൽ പല കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടും ഇത് മലബന്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ മാറ്റി ഒരു മൂലയിലേക്ക് വെച്ചത്. ബിഗ് ബോസിന് മുമ്പ് ഇവർ പല രീതിയിലുള്ള കോണ്ടന്റുകൾ പൊക്കിയെടുത്തുകൊണ്ടൊന്ന് റീച്ചിലേക്ക് എത്താനായിട്ട് നോക്കിയിട്ടുണ്ട്. അത് നമ്മൾ ആ രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് വിട്ടിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം അവർക്ക് പുലർത്തേണ്ട അവർ കാണിക്കേണ്ട പല നിലവാരങ്ങളും ഉണ്ട്. കാരണം അന്ന് 10 പേര് അറിയുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇന്ന് 100 പേര് അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ 100 പേരിൽ പല വ്യക്തികളെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. അപ്പൊ ഈ കാണിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു മര്യാദ കൊണ്ടുവരണം. ഞാൻ വഴി തനി വഴി ഞാൻ വളർന്ന വഴി പെരുവഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന പരിപാടിയൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് അത് എടുത്ത് വെച്ച് റീച്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് പറ്റുന്ന കാര്യം എന്താണെന്ന് അറിയാം, ഇതിനെക്കുറിച്ച് വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കാതെ മിണ്ടാതെ അങ്ങ് മാറിയിരിക്കുക എന്നുള്ളത്. അത് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു സംഭവം, ഈ വീഡിയോ ഇങ്ങനെയൊക്കെ നമുക്കെതിരെ പറയുമ്പോഴത്തേന് ഇത് പറഞ്ഞേ പറ്റൂ, ഇത് കാണിച്ചേ പറ്റൂ. ഇവരെന്താണ് ഈ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയ്ക്ക് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും രേണുസുതിയെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്റെ കമന്റ് ബോക്സിന് താഴെ നിങ്ങൾ രേഖപ്പെടുത്താവും. ഓക്കെ, അപ്പൊ ഹൈപ്പ് കൊടുക്കാനുള്ളവരും വ്യക്തമായിട്ട് എന്റെ വീഡിയോക്ക് തരാൻ ഹൈപ്പ് കൊടുത്തോണം. കഴിഞ്ഞ 3 ദിവസമായിട്ട് എന്റെ വീഡിയോ ഒന്നും കണ്ടില്ല. ഞാൻ കൊടൈക്കനാലായിരുന്നു. എന്താ മുന്നേ ഞാനൊന്ന് പോയിട്ട് വന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് വരാം. കുറച്ചധികം വ്യക്തികളുടെ അതായത് കമന്റുകൾ അല്ലെങ്കിൽ മെസ്സേജസ് ഒക്കെ കാണാനിടയുണ്ടായി. അതും ഇവർക്ക് അവസാനം കൊടുത്തിട്ടുള്ള ഇവരുടെ ഒരു ബൈറ്റും പിന്നെ ഇവർ അവസാനം ചെയ്തിട്ടുള്ള ഇവരുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ലേഡി ഗുണ്ടയില്ലേ, ആ ലേഡി ഗുണ്ടയായിട്ടുള്ള ഒരു വ്ളോഗും ഉണ്ട്. ഇത് മൂന്നും കാണിക്കുമ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്ന ഒരു മൈന്യൂട്ടായിട്ടൊരു കാര്യമുണ്ട്. ആ കാര്യം നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് രേണുസുതി, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്, അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. അത് മാത്രം ഈ വീഡിയോക്കകത്ത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ രേണുസുതിയുടെ ലേഡി ഗുണ്ട. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ലേഡി ഗുണ്ടയെ കണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല വേറൊരു ഗുണ്ടയുണ്ട്. ബിഗ് ബോസിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗുണ്ട. എനിക്കെതിരെയൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് പുറത്തോട്ട് വന്നായിരുന്നില്ല. ആ ഗുണ്ട ഇപ്പൊ അനങ്ങുന്നില്ല. ഞാൻ എന്റെ വീഡിയോ ഔട്ട് ഇട്ടായിരുന്നു. അതിന് ചേച്ചിക്കൊന്നും പ്രതികരിക്കാനില്ലെന്നാണ് ചേച്ചി അവസാനത്തെ വീഡിയോ പറഞ്ഞത്. എന്തായാലും വീഡിയോ കണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. പ്രതികരിക്കാനില്ലാത്തോണ്ടല്ല വാടഞ്ഞു പോയി. നിങ്ങൾക്ക് പ്രതികരിക്കാൻ വേറൊരു സാധനമില്ല. അതുകൊണ്ട് 2 ലേഡി ഗുണ്ടുണ്ട്. അതിൽ ഒരു ഗുണ്ടയാണ് ഇത്, മറ്റേ ഗുണ്ട അപ്പുറത്തുള്ള ഗുണ്ട. രേണുസുതി ശമ്പളത്തിന് കൊടുത്തേക്കുന്ന ലേഡി ഗുണ്ട. എനിക്കെതിരെ വരുന്ന കൊഞ്ചു ആന്റണിയുടെയും പിന്നെ ഏതാ അല്ല അവളെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം പിന്നെ ഒരു താത്തയെ കൊടുത്തു അത് പിന്നെ ലൂണയുടെ ഈ താത്തയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ താത്തയുടെ കാര്യം ഞാൻ ഈ വീഡിയോക്ക് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ഇത് കാണണം. ചാനലിന്റെ പേര് ഞാൻ മാറ്റിയിട്ടുണ്ട്. ആ ചാനലിന്റെ പേര് ഞാൻ മാറ്റി 2 അക്ഷരം ഞാൻ അധികം കൊടുത്തിട്ടുണ്ട്. ക്രിഞ്ച് പഴയ സാധനങ്ങളാ. എവിടുന്നാണ് നീയൊക്കെ വന്നത്? എന്താടേ മീനേ? അയ്യോ നമുക്ക് പല രീതിയിൽ പല ആൾക്കാരെ കളിയാക്കാം. ചേച്ചി ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 80കളിലെ കളിയാക്കലും കണ്ട. ആ കളിയാക്കൽ ഈ 2028 വരുന്നത് ഏക്കത്തില്ല. തിരിച്ച് വാ തുറന്ന് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഈ കളിയാക്കലോട്ട് ഒന്നും ആവത്തില്ല. മാറ്റിപ്പിടി ജനറേഷൻ മാറി, കളിയാക്കൽ മാറ്റിപ്പിടി. പക്ഷെ വേറെ കാര്യമുണ്ട്. എന്റെ പേഴ്സണൽ കാര്യം ഞാൻ അവർക്ക് ഷെയർ ചെയ്തപ്പോ അവൾ അത് പറയാതെ അതിനകത്ത് രേണുവിനെ കയറ്റിയിട്ട്. കാരണം എന്ത് കണ്ടന്റ് റീച്ച്. അതാ പറഞ്ഞ രേണു എന്ന് പറഞ്ഞാലേ റീച്ച് ഉള്ളൂ. അത് നല്ല ആലോചനയാണ്. ഞങ്ങളാരും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങളുടെ കൂടെ ഇപ്പൊ വീഡിയോ ചെയ്യുന്ന 2 പേരില്ലേ കൂടെ നിൽക്കുന്ന, അവരായി ആലോചിക്കേണ്ടത്. രേണുസുതി മർഗയായി കഴിഞ്ഞാൽ
അവരെങ്ങനെ ജീവിക്കും? അങ്ങനൊന്നും പറയല്ലേ. കൂടെ നിൽക്കുന്നവരെങ്ങനെങ്കിലും ഒക്കെ ജീവിച്ചു പോകുന്നത് എന്തായാലും കൊള്ളാം. അല്ല, മനുഷ്യ സ്വാഭാവികമല്ല, മരിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും. രേണുസുതി മരിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? എത്ര ആൾക്കാർ പട്ടിണി കിടന്ന് ചത്തുപോകുമെന്നറിയാമോ? എല്ലാരും പട്ടിണി കിടന്ന് നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും മളയാ? ദൈവമേ, പട്ടിണി കിടന്ന് ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് എത്തുമല്ലോ. നമ്മളിത് എന്ത് ചെയ്യും? നമ്മളല്ല, കൂടെ നിൽക്കുന്നവര്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, രേണുസുതി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റീച്ച്. ആരാ കൂടെ നിൽക്കുന്ന വ്യക്തി പറഞ്ഞല്ലോ, രേണുസുതി അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ റീച്ചോട് റീച്ചേഷൻ എന്നൊക്കെ നോക്കാം. ഇത് നമ്മുടെ ചേച്ചിയുടെ ചാനലാ. നിങ്ങൾ കണ്ടല്ലോ, ഈ ചാനലിനകത്ത് ചേച്ചിയിട്ടുള്ള വീഡിയോസ് നമുക്കൊന്ന് നോക്കാം. അതായത് രേണുസുതി എന്ന് പറഞ്ഞൊരു സാധനമാണല്ലോ ചേച്ചിയുടെ കോണ്ടന്റ്. അപ്പോഴത്തേക്കും റീച്ച് ആണല്ലോ, മൊട്ടക്കാട്ട റീച്ച്, ലക്ഷങ്ങള്. എല്ലാ മാസവും 3.5 ലക്ഷം രൂപ വെച്ച് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചാനലും ചേച്ചിയാണെന്നാണ് ചേച്ചിയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ബിക്കോസ് ഓഫ് രേണുസുതി. നോക്കാം നമുക്ക്. ആദ്യത്തത് ഷബീന ബീവിക്കെതിരെ സുരക്ഷാ വിമർശനം ഉണ്ടാക്കി. അടുത്തത് പഴയ ഇതൊന്നും വായിക്കണ്ട, നമുക്ക് വ്യൂസ് മാത്രം നോക്കിയാൽ മതി. 2K 675, 1.9, 1.1, 1.7, 722, 1.8, 1.4, 423, 566, 1.7, 7.6, 2.1, 9.6, 7.7, 1.5. എത്ര ലക്ഷം രൂപ കിട്ടി റീച്ചിനകത്തുനിന്ന്? എത്ര കിട്ടി? ചുമ്മാ പറയുന്നത്, വായിക്ക് തോന്നിയത് ഗോതയ്ക്ക് പാട്ടെന്ന് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ പെരുമാറുക. രേണുസുതി എന്ന് പറഞ്ഞാൽ റീച്ച് എന്നല്ല. രേണുസുതി കാണിക്കുന്ന പല കാര്യങ്ങളും ആർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അതിന്റെ റീച്ചിലേക്ക് എത്തുന്നു. അങ്ങനെയാണ്, അല്ലാതെ തലമറന്ന് എണ്ണ തേക്കല്ലേ. അങ്ങനെ രേണുസുതി ഒരു റീച്ച് കോണ്ടന്റ് ആയിരുന്നു. ഇപ്പം ഋത്തിക് റോഷനെ പോലെയോ ഷാറൂഖ് ഖാനെ പോലെയോ ബഹുമാനപ്പെട്ട മോഹൻലാലിനെ പോലെയോ മമ്മൂട്ടിയെ പോലെയൊക്കെ ഒരു റീച്ച് കോണ്ടന്റ് ആയിരുന്നെങ്കിൽ ഓക്കെ, നിങ്ങൾ പറയുന്നത് ഞാൻ അഡ്മിറ്റ് ചെയ്യും. ബിക്കോസ് ഷീസ് റിച്ച് അല്ല റീച്ച്. അപ്പം സ്വന്തം വ്യൂസ് ഒക്കെ നോക്കിയിട്ട് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കും കാണാൻ, ഞങ്ങൾക്കും ചിരിക്കാതിരിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് സബീന ബീവിയായിട്ട് ചെറിയ പോട്ടി അങ്ങോട്ടും കൂടെ നടന്നുകൊണ്ടിരിക്കും. സബീന ബീവിക്ക് മാത്രമേ ഇവർ വ്യക്തിമായിട്ടുള്ള റീച്ച് കൊടുക്കത്തുള്ളൂ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. സബീന ബീവിക്ക് കൊടുത്തൊരു റിപ്ലൈ ഉണ്ട്, അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. അതൊന്ന് കണ്ടുപോകാം. എടി, നിനക്ക് അടക്കമായില്ലേടി? നിനക്ക് നീ വീണ്ടും എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നോ? നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്നിട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത്. എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവർ എന്റെ അടുത്ത് പറഞ്ഞാണ്. എടി, എന്റെ അപ്പൻ നമ്പൂതിരിയാണെന്നോ ഉയർന്ന കുലജാതനാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. നിനക്ക് നാണമുണ്ടോടി? തേയിലക്കാട്ടിലെ പ്രത്യേക വർഗ്ഗമാണ് എന്റെ അപ്പൻ, പ്രത്യേക ജാതിയാണ്. എടി, ഈ അല്ല, എന്നാലും രേണുസുതി അവരും ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതെടുത്ത് നോക്കിയിട്ട് അവർ പറഞ്ഞ സത്യമാണോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? അത് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ അവര് പറഞ്ഞ് ഇവര് പറഞ്ഞ് ഞാനിതൊന്നും കാണത്തില്ല, ഞാനിതൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നത്? നമ്മൾ നേരത്തെ ആ വീഡിയോയിൽ വ്ളോഗിനകത്ത് ഇവര് കണ്ടല്ലോ, ഇവര് കാണിച്ച വ്ളോഗിനകത്ത് ഇവര് എല്ലാവരുടെയും പേരെടുത്ത് വെച്ചു. മറ്റേവരുണ്ടല്ലോ, അവരുണ്ടല്ലോ, ഇവരുണ്ടല്ലോ, ഞാനും ആണില്ലേ. അയ്യോ എന്റെ പൊന്നേ, എന്തൊക്കെയാ ഈ നടക്കുന്നത്, എന്തൊക്കെ കാണുന്നത്, എന്തൊക്കെ കേൾക്കുന്നത്? സ്വന്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ കണ്ടെന്നൊക്കെ പറഞ്ഞുകൂടെ? നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനൽ നാളെ മോണിറ്റൈസേഷനും അടിച്ച് അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ അവർക്ക് വരുമാനം കിട്ടത്തേന്നില്ല. ചിലപ്പോൾ നിങ്ങൾ കണ്ടു എന്നറിഞ്ഞപ്പോഴത്തേക്ക് ചിലപ്പോൾ ചാനൽ ചിലപ്പം ആ വീഡിയോ ഇടുന്നത് ചിലപ്പോൾ നിർത്താൻ ചാൻസ് വളരെ കൂടുതലാണ്. 2025-26 കാലഘട്ടത്തിൽ നിനക്ക് നാണമുണ്ടോടി ജാതി പറയാൻ വേണ്ടിട്ട്? കള്ളി ബീവി, നിനക്ക് കുറെ പേര് നിന്നെ സഹായിക്കാനും നിന്നെ സപ്പോർട്ടിനും കാണും. പക്ഷേ ഇല്ലേ, രേണുസുതിക്ക് ആരും വേണ്ടടി, ഒറ്റയ്ക്ക് നിന്ന് രേണുസുതി ഇവിടെ വരെ വന്നത്. പിന്നെ നിനക്കിട്ടുള്ള മറുപടി നീ അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ ജാതി പേരും അവർ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളും വീട്ടിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ വഴിച്ചെറിഞ്ഞിട്ട് അതൊന്നും നമ്മുടെ ടോപ്പിക് എന്താ, നമ്മുടെ സംസാരമോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരമോ അല്ല, നമ്മളതുമായിട്ടൊരു ബന്ധവും ഇല്ല. ഓക്കെ, രേണുസുതി ഒറ്റയ്ക്ക് വഴിവെട്ടിയൊക്കെ തന്നെ വന്നത് തന്നെ അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. പക്ഷെ വഴി വെട്ടുമ്പോൾ നമുക്കറിയാമല്ലോ, എതിലേക്കൂടെ വേണമെങ്കിലും വഴി വെട്ടാം. നല്ല സ്ഥലത്തൂടെ വെട്ടാം, ചെളിക്കുണ്ടിലൂടെ വെട്ടാം, ചേറിലൂടെ വെട്ടാം, തീട്ടത്തിൽ കൂടെ വെട്ടാം. അതിനകത്ത് എന്റെ അഭിപ്രായത്തിൽ തീട്ടത്തിൽ കൂടെ വെട്ടി വന്നതേ ഉള്ളൂ. എന്നാലും ഒറ്റയ്ക്ക് തന്നെ വെട്ടി വന്നത്. എന്നെ പറഞ്ഞാൽ ഞാൻ നിനക്കിട്ട് തന്നു. എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ കൂലിപ്പണി ചെയ്ത് വളർത്തിയതാടി എന്റെ അപ്പൻ. എന്റെ അപ്പനെ പറഞ്ഞാൽ നിന്നെ ഞാൻ ഇനിയും പറയും. പിന്നെ എന്റെ വീട്ടുകാരെ അവരെ തൊട്ടുള്ള നിന്റെ കളി നിർത്തിട്ടോ. നിനക്ക് നാണം ഉണ്ടോടി? നാണം കെട്ടവളെ, നിർത്തടി നിന്റെ എനിക്കെതിരെയുള്ള വ്ലോഗ്. നാണം കെട്ടവളെ. ഈ വ്യക്തമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വീഡിയോ 2 നേത്രങ്ങളാൽ കണ്ടിട്ടുണ്ട്. കണ്ടതിന് ശേഷമാണ് ഇത്രയധികം ഫ്രസ്ട്രേറ്റഡ് കൂടെ പറയാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ അവർ പറയുന്നതും ഇവർ പറയുന്നതും കേട്ട് ഒരിക്കലും നമുക്ക് ഇത്രയും പ്രൊവോക്ഡ് ആയിട്ട് സംസാരിക്കാനായിട്ട് കഴിയത്തില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടു, അത് നമുക്ക് മനസ്സിലായി, അതങ്ങ് അഡ്മിറ്റ് ചെയ്യിക്കൊഞ്ഞേ.
എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? കണ്ടില്ല, കേട്ടില്ല, വന്നില്ല എന്നൊന്നും പറയരുത് കേട്ടോ. നമ്മൾ കണ്ടു, നിങ്ങൾ കണ്ടു, നിങ്ങൾ കാണിച്ചു, നമ്മൾ കണ്ടു. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ ഇവരുടെ കുടുംബക്കാരെ ഒന്നും വിളിച്ചിട്ട് ഈ വീഡിയോയിൽ ചെയ്യരുത്. അങ്ങനെയാണ് രേണു സുധീം ഇതുപോലെ അച്ഛനെയൊക്കെ വിളിച്ചിരുത്തി ഇന്റർവ്യൂവിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛന്റെ വായിൽ നിന്ന് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീട് വെച്ചവരെ കുറിച്ചും തൊട്ടപ്പുറത്തെ ബിഷപ്പിനെ കുറിച്ചും നിങ്ങളുടെ കൂട്ടുകാരികൾ സഹിതം വന്നിട്ട് ബിഷപ്പിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കാണുന്ന ജനങ്ങളും ഇതൊക്കെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതിന് എടുത്ത് സംസാരിക്കും. അച്ഛനെ പിടിച്ചിടുമ്പോൾ അപ്പുറത്തുനിന്ന് അച്ഛനെ പിടിച്ചിടുന്നു, മക്കളെ പിടിച്ചിടുമ്പോൾ ഇപ്പുറത്തുനിന്ന് മക്കളെ പിടിച്ചിടുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പിടിച്ചിരാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ല കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ റീച്ചിന് വേണ്ടി മാത്രമല്ല ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അതിനകത്ത് രേണു തന്നെയാണ് കണ്ടന്റ്. പലരിടത്തും ഞാൻ പറഞ്ഞു. അപ്പൊ കുറെ പേര് ഇവർ ഇതുവരെ പോയില്ല. ഇവരെ കണ്ടന്റ് നീ പറഞ്ഞില്ലാരും അറിയാൻ രേണു ടോയ്ക്കാണ് നിങ്ങളുടെ കണ്ടന്റ്. എന്റെ പൊന്നു ദൈവമേ, പറയുന്നത് ഞാൻ രേണുവിന്റെ വിഴുപ്പലക്ക് ജീവിക്കുന്നത് ആണടേ. എനിക്കതിൽ യാതൊരുവിധ നാണക്കേടും തോന്നില്ല. കാരണം ഞാൻ ഒരാളുടെ മാത്രമേ വിഴുപ്പലക്കുന്നുള്ളൂ. നീയൊക്കെ ആരുടെയൊക്കെ എടുത്തിട്ട് അലക്കുന്നത്. അതുകൊണ്ട് അതിലും നിങ്ങളെക്കാട്ടി എന്തുകൊണ്ടും ബെറ്റർ ഞാൻ തന്നെയാണ്. സ്വന്തമായിട്ട് ബെറ്റർ ആണെന്ന് വിചാരിക്കുന്നത് നല്ലൊരു കാര്യം. ഇനി ഈ വീഡിയോക്കകത്തെ ഇവരുടെ വീഡിയോയുടെ ടൈറ്റിൽ ഒന്ന് നോക്കട്ടെ ഞാനെന്നേ, എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് എന്തുവാന്നുള്ളത്. ആഹാ, രേണു മുത്തൊരു വ്ളോഗ് കാണുക, അഭിപ്രായം പറയുക. ഭയങ്കര വ്ളോഗ്. 1900 ആൾക്കാർ കണ്ടിട്ടുണ്ട് രേണു മൊത്തൊരു വ്ളോഗ്. 10 മിനിറ്റ് ഉണ്ട്. എന്തോ സംസാരിക്കുന്നത്? കണ്ടവനെ തെറി വിളിക്കുന്നു, കണ്ടവനെ ചീത്ത വിളിക്കുന്നു, കണ്ടവനെ പൊഴുത്തം വിളിക്കുന്നു, കണ്ടവന്റെ അമ്മയ്ക്ക് വിളിക്കുന്നു, അവരുടെ അമ്മയ്ക്കുള്ള ഇങ്ങോട്ട് വെക്കുന്നു, ഇവരുടെ അമ്മയ്ക്കുള്ള അങ്ങോട്ട് വെക്കുന്നു, 3 വട്ടത്തിരുന്ന് നോക്കുന്നു, വട്ടത്തിരുന്ന് ഊക്ക് മേടിക്കുന്നു. ഇതാണ് വ്ളോഗ്. നല്ല വ്ളോഗാ. പൊതുജനങ്ങൾക്ക്, പൊതുസമൂഹത്തിൽ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് ചോറ് കഴിക്കുമ്പോഴത്തേക്കും ഈ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന് ചോറ് കഴിക്കാനായിട്ട് ഒരു ആനന്ദം കണ്ടെത്തുമല്ലോ. അത്രയും നല്ല വെടിപ്പ് അടിപൊളി സംഭവങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് പലരും പറയുന്നുണ്ട്, ബിച്ചുവിന്റെ വീഡിയോ സൂപ്പറാണ്, ഞങ്ങൾ ടി വിയിലൊക്കെ ഇരുന്ന് കാണും. ഞാൻ അവരോട് പറയും, എല്ലാ വീഡിയോയും ടി വിയിലിട്ട് കാണരുത്. ചിലതിനകത്ത് ഞാൻ വൈ വരുന്നത് ചിലപ്പോൾ പറഞ്ഞു കളയുമെന്ന്. അത് എനിക്ക് ഇവിടെ പറയാനുള്ളൂ. ഇത് എല്ലാമെന്നല്ല, ഇത് ഒന്നും ടി വിയിലിട്ട് കാണാൻ കൊള്ളത്തില്ല. ഫാമിലി ആയിട്ടിരുന്ന് കാണുന്നത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയിൽ മുള്ളങ്ങാണം കയറി കുരുങ്ങും, എടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജ് പോകേണ്ടി വരും. അവിടെ നിന്ന് പറഞ്ഞ രേണു സുധിയുടെ വീഡിയോ കണ്ടെന്ന് നിങ്ങൾ പറയണം. അതും ഒരു റീച്ച് ആയിരിക്കും. ചിലപ്പം തൊണ്ടയിലെ മുള്ളിനും ഡോക്ടർക്കും മുള്ളു കയറിയ നിങ്ങൾക്കും ഓരോ പരിപാടി. റീച്ച് ഇതിനും വേണ്ടി റീച്ച് അവിടെ കിടക്കുന്ന എനിക്കൊരു പിടുത്തമില്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ രേണു സുധിയുടെ വീഡിയോ കണ്ട് രേണു സുധിയുടെ ആരാധകനായിട്ടുള്ള ഒരു വ്യക്തി രേണു സുധിക്ക് വേണ്ടിയിട്ട് വിവിയുടെ ചാനലിൽ പോയിട്ട് വിവിക്ക് മെസ്സഞ്ചറിനകത്ത് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഒന്ന് കാണാം. ആളാരാന്ന് നമുക്ക് നോക്കാം. മാഷേ നമസ്കാരം. നമ്മളങ്ങനെ വന്ന് സംസാരിക്കുന്ന ആളൊന്നുമല്ല, എന്നാലും ഞാൻ പറയുക, രേണു സുധി എന്ന് പറഞ്ഞ ആ സ്ത്രീയെ നിങ്ങളെല്ലാവരും കൂടി ഈ വളഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ആക്രമിക്കുന്നത്? അവർക്കൊരു ഭർത്താവില്ലാത്ത അവരെങ്ങനെയും ജീവിക്കട്ടെ. ഈ മെസ്സേജിന് ആദ്യം എന്തോ ബീജ എന്തുവാ ബ്ലോക്ക് ജോബ് അവനെ വിളിച്ചാണ്. അവൻ അങ്ങനൊന്നും ഉള്ള കാര്യത്തിലൊന്നും അല്ല. അവൻ തൊപ്പിയൊക്കെ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. അവനൊന്നുമില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇതില്ലാതെ അവർ നടക്കുന്നവരെ അവരെങ്ങനെയായാലും ജീവിച്ചോട്ടെ. എന്തിനാണ് നിങ്ങൾ അവിടെ ഇതൊക്കെ എടുത്ത് അവിടെ മണ്ടയ്ക്ക് കയറാൻ പോകുന്നത്? ഈ ആരുപോലും ഇല്ലാത്തൊരു സ്ത്രീയെക്കുറിച്ച് ഇതുപോലെ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിൽ എങ്ങനെയാണ് ഇത്? നിങ്ങൾ ഒരു സ്ത്രീയല്ലേ? അത് നിങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരില്ലേ? അവളെ എടുത്തിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത് നിങ്ങൾ. ദോഷമല്ലേ ഇതൊക്കെ? പടച്ചവരെന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ മോളിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ നാട്ടിലെ എത്രയോ സ്ത്രീകളുണ്ട്, അവരുടെ മണ്ടയ്ക്കൊന്നും കയറാതെ അവൾ എങ്ങനെയായാലും ജീവിക്കട്ടെ. നിങ്ങൾക്കെന്തോ നഷ്ടം? നിങ്ങളെ കൊണ്ട് ചായ മേടിച്ചു കൊടുക്കാൻ അവൾക്ക് പറ്റുന്നില്ല. അണ്ണൻ ആരാണ്? ഞാൻ നോക്കട്ടെ. അണ്ണൻ ആരാ നോക്കട്ടെ. ഒരു മിനിറ്റ്. എന്തുകൊണ്ട് ഇതൊക്കെ? ഇബ്രാഹിം മണി ആട്ടുകുട്ടി. കൊള്ളാതെ ആട്ടുകുട്ടി. ആഹാ, ആയിരിക്കുന്ന അണ്ണേ ചോറും അല്ല ബിരിയാണിയും ഒരു വിസ്കിയൊക്കെ എടുത്ത് വെച്ച് ഗ്ലാസിനകത്ത് കുറച്ച് ഒഴിച്ച് അണ്ണ അടിച്ച് മൂത്തിരുത്തിട്ടും കണ്ട് അവൻ അയച്ച മെസ്സേജാ. അണ്ണ രാവിലെ ആയപ്പോ അത് മറന്നുപോയി കാണുമായിരിക്കും. അണ്ണ അടിക്കണം. ആർക്കും അടിക്കാൻ പറ്റുന്നത്? ഇവിടെ നമുക്ക് മദ്യപിച്ചു കൂടാ, മദ്യപിക്കരുതെന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അവളും അടിക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പൊ കാണിക്കാം. എല്ലാവരും അടി. നിങ്ങൾ കാണുന്നത് നിങ്ങളും അടി. 2 അടിച്ചത് എന്റെ വീഡിയോ ആണ് പരിപാടി. ബാക്കി ഈ സ്ത്രീകളെ മൊത്തം നിങ്ങൾ അധിക്ഷേപിക്കുന്നേ. യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ വരുമാനങ്ങൾ എങ്ങനെയായാലും നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ പാവം പിടിച്ചൊരു സ്ത്രീയെക്കുറിച്ച് എൻ്റെ ആരുമല്ല അവർ. ഞാനൊരു മുസ്ലിമാണ്. ഞാൻ സുധിയേട്ടൻ്റെ ആ പ്രോഗ്രാം ഒക്കെ കണ്ട് ഞാൻ കാണുന്നവനായിരുന്നു. ദോഷമല്ലേ ഇതൊക്കെ? അയ്യോ, തീർച്ചയായിട്ടും ഭയങ്കര ദോഷമാണ്. ഭയങ്കര അപരാധങ്ങളാണ് അവർ കാണിച്ചിട്ടുള്ള പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിടുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇതൊരു ചർച്ചയാക്കുമ്പോഴും ഇത് പല ആൾക്കാർക്കും ചർച്ച വഴിവെക്കാനായിട്ട് പല കാര്യങ്ങൾ പറയുമ്പോഴും ഇതെല്ലാം ജനങ്ങളെടുത്ത് ചൂക്കും. ഞാൻ ഇത്രയും വലിയൊരു പതിവ്രതയാണ് എന്ന് നിങ്ങൾ പറയുന്ന ഒരു വ്യക്തി ഈ രേണു സുധിയെ കുറിച്ച് രേണു സുധി ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് ഇതേ സബീന ബീവി തന്നെ അവരൊരു പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെട്ട് അബോഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഈ മറ്റേ എന്തോ ഹെലനയോ ആ ഒരു പെണ്ണ് കൊടുത്തുള്ള വോയിസ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവരത്ര മര്യാദയുള്ളവരാണ്, അവരതിനകത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് വന്നിട്ട് അതിനെതിരെ കേസ് കൊടുത്തുകൂടാ?
കൊടുക്കാതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത്രയും വലിയൊരു ടോപ്പിക്ക്, അത്രയും വലിയൊരു ആരോപണം അവർക്ക് മേലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതും ഒരു പെണ്ണിനെ സംബന്ധിച്ചും ഒരു അമ്മയെ കുറിച്ചും അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു പെണ്ണിനെ കുറിച്ചും കേട്ട് കഴിഞ്ഞാൽ ആരായാലും പ്രതികരിച്ചു പോകുന്ന ചെന്ന് 2 അടി കൊടുത്ത് പ്രതികരിക്കാൻ പോകുന്ന കാര്യങ്ങൾ വരെയാണ് അവിടെ പറഞ്ഞത്. എന്നിട്ടും അതിനെതിരെ ഒരു നിയമ നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കാണാൻ ജനങ്ങൾ എന്ത് വിചാരിക്കേണ്ടത്? അതല്ല ഞാൻ വിറ്റ് കളഞ്ഞ കേസാണെന്നോ? ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുമ്പോഴും കാണിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ജനങ്ങൾ എടുത്ത് സംസാരിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ്, ഇതൊന്നും ചർച്ചയാക്കരുത് എന്ന് ഉത്തരവാദിത്തോട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടരുത്. ഇതിനെപ്പറ്റിയൊന്നും മിണ്ടാതെ അവരുടെ കരിയറിനെ കുറിച്ചും അവരുടെ ജോലിയെ കുറിച്ചും അവരുടെ പ്രൊഫഷനെ കുറിച്ചും മാത്രം സംസാരിച്ചു പോവുക. അടുത്തൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അടുത്തൊരു വീഡിയോ കണ്ടിട്ട് നമുക്ക് നോക്കാം എന്തോന്നുള്ളത്. ക്രിസ്മസിന് വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? ക്രിസ്മസിന് വെള്ളമല്ലാതെ അതിന്റെ കൂടെ വല്ലതും മിക്സ് ചെയ്തടിക്കുന്നുണ്ടോ? എടാ, ഇതൊരു കോൺട്രവേഴ്സി. ഒരിക്കലും ഒരു മദ്യത്തിന്റെ പുറത്ത് ഇത് പെണ്ണുങ്ങൾക്ക് അടിച്ചുകൂടാന്ന് എഴുതിയിട്ടില്ല. ഇത് 18 വയസ്സ് താഴെയുള്ളവർക്ക് അടിച്ചുകൂടാത്തേ ഉള്ളൂ, അല്ലാതെ ബാക്കി ഒന്നും ഇതിനകത്തില്ല. 18 വയസ്സ് 21 വയസ്സ് എന്തോ അറിയത്തില്ല, നമ്മളെന്തായാലും അതൊന്നും നോക്കാറില്ല, കുപ്പിയുടെ പേര് പോലും. അതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. പക്ഷെ പെൺകുട്ടികൾക്ക് അടിക്കാൻ പറ്റത്തില്ല എന്നൊന്നും അതിനകത്ത് എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് അടിക്കണ്ടെന്ന് ആരും പറയുന്നില്ല. ഞാനും അടിക്കും. ഞാൻ നാളെ വന്നിട്ടേ എന്റെ അടിടാ കാണും നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അടിയില്ല, പിള്ളേരെ കണ്ട് വിളിച്ചിരുത്തി അടി. അങ്ങനെയാണോ ഞാൻ പറയുന്നത്? ഞാനെന്നല്ല, ആരെങ്കിലും അങ്ങനെ പറയൂ? ഇപ്പം ഇവരെ സംബന്ധിച്ച് ഇവരൊരു കോൺട്രവേഴ്സി ആക്കാനായിട്ട് ക്രിയേറ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതുപോലൊരു ചോദ്യം വരുമ്പോൾ അത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും, അത് അവിടെ അവസാനിപ്പിക്കും, അത് അവിടെ നിർത്തും. ഒരു മലയാളി നടി ഉണ്ടായിരുന്നല്ലോ, ഒരു ആങ്കർ ചോദിച്ചു, അതായത് ഒരു യൂട്യൂബ് റിപ്പോർട്ടർ ഈ പെൺകുട്ടിയുടെ ആക്ടറിനോട്, അതായത് ഹീറോയോട് ചോദിക്കുന്നു, എടുത്തു പൊക്കിയപ്പോൾ നടിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ പെണ്ണ് അവിടെ വെച്ച് ആ ചോദ്യം സ്റ്റോപ്പ് എടുപ്പിച്ചില്ല, അതിന് ആൻസർ പോലും പറയിപ്പിക്കാനായിട്ട് നോക്കിയില്ലല്ലോ. കാരണം അതൊരു കോൺട്രവേഴ്സി ആക്കരുതെന്നും അതൊരു ചോദ്യമല്ലാന്നും അത് എന്റെ ജീവിതവും എന്റെ പേഴ്സണൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്നും ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞപ്പോഴാണ് ആ ചോദ്യത്തിന് അവിടെ ഒരു ഉത്തരവില്ലാതെ അവസാനിപ്പിച്ചത്. അതുപോലെ ഇതൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ വെച്ച് നിർത്തിച്ചേരാൻ. എന്നാൽ നമ്മൾ എങ്ങനെ വീഡിയോ ചെയ്താലും ആ ചോദ്യം ചോദിച്ചവനെതിരെ വീഡിയോ ചെയ്യത്തില്ലേ? തീർച്ചയായിട്ടും ചെയ്യത്തില്ലേ? രേണുസുധിയെ സപ്പോർട്ട് നമ്മൾ ചെയ്യത്തില്ലേ? ചെയ്തിരിക്കും. കാണുന്നത് നിങ്ങളോ തന്നെ ചെയ്തിരിക്കും. പക്ഷെ അതിനൊരു വ്യക്തമായ എക്സ്പ്ലനേഷനും അതിനൊരു വ്യക്തമായ ധാരണയും കൊടുക്കുമ്പോഴാണ് ഇവരെന്താണ് ചിന്തിക്കുന്നതും ഇവരുടെ റീച്ച് എന്താണെന്നും ഇവർ ഏത് രീതിയിൽ ഫേമസ് ആവാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം അത് സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ കാണുന്ന ഇടയിലേക്ക് വരുമ്പോൾ നമ്മുടെ അടുത്ത് പ്രതികരിക്കും, ഇതൊക്കെ കാണുകയും ചെയ്യും. ഇത്രേ ഉള്ളൂ. രേണുവിന്റെ ഫേവറേറ്റ് എന്താണ്? മാജിക് മൊമെന്റ്. ആണോ? മാജിക് മൊമെന്റ് ആണോ? അങ്ങനെ എന്തായാലും മദ്യപാനത്തിനും തികഞ്ഞ മദ്യത്തിനും അടിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് രേണുസുധിയുടെ കാര്യവും. മാജിക് മൂവ്മെന്റ് ഒക്കെ അടിക്കാൻ ഒരു കുഴപ്പമില്ല, പൈസ കൊടുത്ത് വീഡിയോ വെച്ച് അടിക്കാം. പിന്നെ ഇതൊരു കോൺട്രവേഴ്സി ആക്കാനും ഇതുപോലുള്ള ആൾക്കാരെ വാടപ്പിക്കാനും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വീണ്ടും രേണുസുധിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹം മുന്നിലേക്ക് കൊണ്ടുവരാനും രേണുസുധിക്ക് പല കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ തൊടാതെ മറച്ചൊക്കെ ചെയ്യാം, അല്ല പറയാം, അത്രേ ഉള്ളൂ. ഒന്നും ചെയ്യേണ്ടെന്നൊന്നും ആരും പറയത്തില്ല. പിന്നെ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ചെറിയൊരു ഇത് മാറ്റണം, അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതൊന്നും എടുത്തോണ്ട് വരത്തില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് രേണുസുധി ഒരു കോൺട്രവേഴ്സിയും കണ്ടന്റ് ആയിട്ട് വീണ്ടും കിടന്ന് ഓടുന്നത്. പിന്നെ റീച്ചിന്റെ കാര്യമൊക്കെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർ സംസാരിക്കാൻ തീരുമാനിക്കാതെ എന്ത് റീച്ചിന് പോകണമെന്നുള്ള. അല്ല, രേണുസുധി ഇപ്പോൾ വലിയ റീച്ചോ സാധനങ്ങളൊന്നുമല്ല. രേണുസുധി തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുന്ന രീതിയിലൊന്നും അല്ല ഇപ്പോൾ കോണ്ടന്റുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എല്ലാം കൂടെ കണ്ടിട്ടും ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് വേണം സപ്പോർട്ട് ചെയ്യാൻ. ഇതങ്ങ് അവസാനിപ്പിക്കും, ഈ ഒരു ടോപ്പിക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. പക്ഷേ ഇവരെ അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല, ഇവർ ഇനിയും പൊക്കിക്കൊണ്ട് വരും. അങ്ങനെ വരുമ്പം നല്ല വല്ല സാധനമാണെങ്കിൽ മാത്രമേ തൊടൂ, അല്ലാതെ മറ്റേ മാലിന്യമുക്ത കേരളത്തിലേക്കാണെങ്കിൽ ഞാൻ സൈഡിലോട്ട് മാറ്റി ഒഴിക്കാൻ നിർത്തത്തുള്ളൂ. അപ്പം